എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോ കോൾസിനെ കുറിച്ചാണ്. വീഡിയോ കോൾസ് നമുക്കറിയാം, ഇപ്പോൾ വാട്സപ്പ്, ഫേസ്ബുക്ക്, മെസ്സഞ്ചർ അങ്ങനെ ഒരുപാട് വീഡിയോ കോളിംഗ് സപ്പോർട്ടഡ് ആയിട്ടുള്ള മെസ്സേജിങ് ആപ്ലിക്കേഷനുകൾ ലഭിക്കും. അതൊക്കെ ഉപയോഗിച്ച് നമ്മൾ വീഡിയോ കോളുകൾ ചെയ്യാറുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന വീഡിയോ കോളുകൾ വൻ ദുരന്തമായിട്ട് മാറിയ പല സംഭവങ്ങളുമുണ്ട്. പലയിടങ്ങളിൽ ഇങ്ങനെയുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അതായത് വീഡിയോ കോളുകൾ റെക്കോർഡ് ചെയ്ത് മറ്റ് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് വെബ്സൈറ്റുകളിലൂടെയും ഒക്കെ പ്രചരിപ്പിച്ച് ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുമുണ്ടായിരിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നതും ഇതിനെക്കുറിച്ചാണ്. വീഡിയോ കോളുകൾ ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ വീഡിയോ കോൾ ചോർത്തപ്പെടാനുള്ള സാധ്യതയുണ്ടോ? ഇന്നത്തെ വീഡിയോയിൽ ഇങ്ങനെ ഒരു ടോപ്പിക് സെലക്ട് ചെയ്യാനുള്ള കാരണം, പല സുഹൃത്തുക്കളും ഞാൻ കണ്ടിട്ടുണ്ട്, പല വീഡിയോകളുടെ കമന്റ് സെക്ഷനിലും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. വീഡിയോ കോളുകൾ ഹാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കോൾ എങ്ങനെയാണ് ചോർത്തപ്പെടുന്നത്? നമ്മളൊരു റൂമിനുള്ളിൽ ഇരുന്നുകൊണ്ട് വളരെ സ്വകാര്യമായിട്ട് ഒരു വ്യക്തിയുമായിട്ട് വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നാളെ അത് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒക്കെ പബ്ലിക്കായിട്ട് വരികയാണെങ്കിൽ അത് വലിയൊരു ദുരന്തമായിട്ട് മാറത്തില്ലേ? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന വീഡിയോ കോളുകൾ ചോർത്തപ്പെടുന്നത്? നിങ്ങൾ യൂട്യൂബിൽ IMO വീഡിയോ കോൾ എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് ലഭിക്കും. അങ്ങനെയുള്ള വീഡിയോസ് കണ്ടിട്ട് പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള വീഡിയോസ് കൂടുതലും IMO വീഡിയോ കോൾ ഒന്നും അല്ല. അത് ഇതേപോലെയുള്ള മറ്റ് ആപ്ലിക്കേഷനുകളുണ്ട്, വീഡിയോ കോളിംഗ് ആപ്ലിക്കേഷൻ. അത് കാശ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ആപ്ലിക്കേഷനാണ്. ആ ആപ്ലിക്കേഷനിൽ പണം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ അങ്ങേയറ്റത്തിരിക്കുന്ന പെൺകുട്ടികൾ കാണിച്ചു തരും. അതൊക്കെ കാണിച്ചതിന് ശേഷം അവർ ആ വീഡിയോ കോളുകൾ യൂട്യൂബിലൂടെയും മറ്റ് വെബ്സൈറ്റുകളിലൂടെയൊക്കെ പബ്ലിഷ് ചെയ്യും. കാരണം അവർക്ക് കൂടുതൽ പണം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ആ വീഡിയോകളൊന്നും ഒരു സാധാരണ വ്യക്തി ഉപയോഗിക്കുന്ന വാട്സപ്പ് വീഡിയോ കോളോ IMO വീഡിയോ കോളോ ഒന്നുമല്ല. അതൊക്കെ വേറൊരു രീതിയിൽ പണം ഉണ്ടാക്കുന്ന മാർഗമാണ്. എന്നാൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വാട്സപ്പ് വീഡിയോ കോളിനെ കുറിച്ചോ അല്ലെങ്കിൽ മെസ്സഞ്ചർ വീഡിയോ കോളിനെ കുറിച്ചോ ഒക്കെയാണ്. അതായത് ഒരു മെസ്സേജിങ് ആപ്ലിക്കേഷൻ, നമ്മളൊരു വീഡിയോ കോൾ ചെയ്യുന്ന ആപ്ലിക്കേഷനിൽ നിന്ന് ഒരാൾക്ക് വീഡിയോ കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ കോളുകൾ ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ നിന്ന് എൻ്റെ മൊബൈലിൽ നിന്നൊരു വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് ആയിട്ട് സ്ട്രീം ചെയ്യുന്നത് അടുത്ത വ്യക്തിയുടെ മൊബൈലിലായിരിക്കും. അതായത് എന്നെ അവർക്ക് കാണാൻ പറ്റുന്നത് അവരുടെ മൊബൈലിലായിരിക്കും. ഇതിനിടയ്ക്ക് ഇത് ആ ആപ്ലിക്കേഷൻ്റെ സെർവറിൽ പോയിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോ കോളുകൾ സേവ് ആവുകയൊന്നും ചെയ്യുകയില്ല. ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ സ്ട്രീമിംഗ് മെത്തേഡാണ് വീഡിയോ കോൾ ആപ്ലിക്കേഷനുകളിൽ ഉപയോഗിക്കുന്നത്. വാട്സപ്പിൽ നമുക്കറിയാം end-to-end എൻക്രിപ്ഷൻ ഒക്കെ ഉണ്ട്. നമ്മൾ ഒരാൾക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് വാട്സപ്പിന്റെ സെർവറിൽ എത്തുകയാണ് ആദ്യം ചെയ്യുന്നത്. എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള രൂപത്തിൽ വാട്സപ്പിന്റെ സെർവറിൽ എത്തും. എൻക്രിപ്റ്റഡ് എന്ന് പറഞ്ഞാൽ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറി അത് വാട്സപ്പ് സെർവറിൽ എത്തും. അവിടെ നിന്നത് നമ്മൾ ആർക്കാണോ മെസ്സേജ് അയച്ചിരിക്കുന്നത് ആ വ്യക്തിയുടെ വാട്സപ്പിലേക്ക് എത്തിക്കഴിയുമ്പോൾ അത് ഡീക്രിപ്റ്റ് ആവും. നമ്മൾ അയച്ച വ്യക്തിയുടെ വാട്സപ്പിൽ അത് റിസീവ് ആകുന്നു. എന്നാൽ വീഡിയോ കോളിൽ ഇങ്ങനെയല്ല. നമ്മളൊരു വ്യക്തിക്ക് വീഡിയോ കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അത് നമ്മൾ വീഡിയോ കോൾ ചെയ്യുന്ന വ്യക്തിയുടെ മൊബൈലിലേക്കായിരിക്കും സ്ട്രീം ചെയ്യുന്നത്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അവർക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് പിന്നെ ഈ വീഡിയോ കോൾ ചോർത്തപ്പെടുന്നത്? വീഡിയോ കോൾ ചോർത്തപ്പെടുന്നതിന് ഒരുപാട് കാരണങ്ങൾ വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിച്ച് പറയാൻ സാധിക്കും. എന്നാൽ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എൻ്റെ അഭിപ്രായത്തിൽ തോന്നിയത്, നമ്മൾക്ക് പരിചയമില്ലാത്ത വ്യക്തികളുമായിട്ട് അല്ലെങ്കിൽ കൂടുതൽ അടുപ്പമില്ലാത്ത വ്യക്തികളുമായിട്ട് വീഡിയോ കോൾ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ആരുമായിട്ടാണോ ചാറ്റ് ചെയ്യുന്നത് അവർക്ക് നമ്മൾ ചെയ്യുന്ന വീഡിയോ കോള് അവരുടെ മൊബൈൽ സ്ക്രീനിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ഏതൊക്കെ രീതിയിലുള്ള കഥകളിയാണ് അവിടെ കാണിക്കുന്നത് എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും പിന്നീട് നമ്മളെ ആ വിഷയം ബാധിക്കുന്നത്. അതായത് നമ്മൾ മാന്യമായിട്ടൊരു വീഡിയോ കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ആരും അത് റെക്കോർഡ് ചെയ്ത് മിസ്യൂസ് ചെയ്യുമെന്ന്. എന്നാൽ വേണ്ടാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ക്യാമറ ഓണായി കഴിയുമ്പോൾ തന്നെ തുണി അഴിച്ചിട്ട് കഥകളി തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ കോൾ ചെയ്യുന്ന വ്യക്തി അത് റെക്കോർഡ് ചെയ്ത് ഒരു പക്ഷേ നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യാനോ അല്ലായെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ള രീതിയിൽ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അപരിചിതരായിട്ടുള്ള വ്യക്തികളുമായിട്ട് വീഡിയോ കോൾ ചെയ്യരുത്. അല്ലായെന്നുണ്ടെങ്കിൽ വിശ്വാസമില്ലാത്ത വ്യക്തികളുമായിട്ട് വീഡിയോ കോൾ ചെയ്യാൻ പോകരുത്. വീഡിയോ കോൾ അഥവാ ചെയ്യുകയാണെങ്കിൽ തന്നെ മാന്യമായിട്ടുള്ള രീതിയിൽ വീഡിയോ കോൾ ചെയ്യുക. ഇനി പരിചയമുള്ള വ്യക്തിയുമായിട്ടാണ് വീഡിയോ കോൾ ചെയ്യുന്നതെങ്കിലും വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്യുക. ഇത് പറയാനുള്ള കാരണം, ഇതേപോലെയുള്ള ഒരുപാട് കേസുകൾ ഇങ്ങനെ വീഡിയോ കോൾ ചെയ്ത് അങ്ങനെ വീഡിയോസ് പബ്ലിഷായ ഒരുപാട് കേസുകൾ ഉണ്ട്. ഒരുപാട് വീഡിയോസ് പലയിടങ്ങളിലായിട്ട് പ്രചരിക്കുന്നുമുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട
ഒരു കാര്യമാണ്. മൊബൈലും കാര്യങ്ങളും ഒക്കെ നമ്മളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താ പറയുക, വലിയൊരു ലോകം നമ്മുടെ മുമ്പിൽ തുറന്നു എന്നുള്ള ഒരു ധാരണയിൽ ആ മൊബൈൽ കൊണ്ട് നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കും എന്ന് കരുതി ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും ഇറങ്ങി പുറപ്പെടരുത്. മറ്റൊരു കാര്യം സ്പൈ ആപ്ലിക്കേഷനുകളാണ്. പേരന്റൽ കൺട്രോൾ ആപ്ലിക്കേഷൻസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആപ്ലിക്കേഷൻസ് സോഫ്റ്റ്വെയറുകളൊക്കെ അവൈലബിൾ ആണ്. അതായത് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഫോണിൽ ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ഫോണിൽ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആരാണോ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ആ വ്യക്തിക്ക് നമ്മളുടെ മൊബൈലിൽ വരുന്ന വാട്സപ്പ് മെസ്സേജുകൾ തൊട്ട് കോളുകൾ തൊട്ട് എല്ലാ കാര്യങ്ങളും അവരുടെ മൊബൈലിൽ കാണാനും അറിയാനും സാധിക്കും. ഈ പേരന്റൽ കൺട്രോൾ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗലായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ്. കുട്ടികളുടെ മൊബൈൽ വാച്ച് ചെയ്യാനായിട്ട് പേരൻസിന് ഉപയോഗിക്കാൻ സാധിക്കുന്ന ആപ്ലിക്കേഷൻ. അതേപോലെ വലിയ വലിയ കമ്പനികൾ അവരുടെ എംപ്ലോയീസിന് അവർ നൽകുന്ന മൊബൈലിൽ ഇതേപോലെയുള്ള ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്തായിരിക്കും കൊടുക്കുന്നത്. കാരണം ഈ കമ്പനിയുടെ ഒരു മൊബൈൽ ഒരു എംപ്ലോയിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ കമ്പനിയുടെ ആവശ്യത്തിനല്ലാതെ മറ്റേതെങ്കിലും രീതിയിൽ ആ ഇന്റർനെറ്റോ അവരുടെ മൊബൈലിലെ കോളുകളോ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് കമ്പനിക്ക് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും വേണ്ടാത്ത രീതിയിൽ ഇന്റർനെറ്റ് യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ കമ്പനിക്ക് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾ മിസ്യൂസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ മൊബൈലിൽ തന്നെ എൻ്റെ മൊബൈൽ ഞാനൊരു വ്യക്തിയുടെ കൊടുത്തു. ആ വ്യക്തി എൻ്റെ മൊബൈലിൽ ഇതേപോലെ ഒരു സ്പൈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അത് ഹൈഡ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല എൻ്റെ ഫോണിൽ അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന്. പിന്നീട് സംഭവിക്കുന്നത് എൻ്റെ ഫോണിൽ വരുന്ന കോളും മെസ്സേജും വാട്സപ്പ് മെസ്സേജും മെസ്സഞ്ചറിൽ വരുന്ന മെസ്സേജും എല്ലാം തന്നെ ഇയാളുടെ മൊബൈലിലേക്ക് ഷെയർ ആയിക്കൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനിൽ മറ്റൊരു പ്രശ്നമുള്ളത്, ഈ ആപ്ലിക്കേഷനുകൾ നമ്മളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന വ്യക്തിക്ക് നമ്മളുടെ ഫോണിന്റെ ക്യാമറ വരെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ആപ്ലിക്കേഷനുകളും ഇന്ന് വിപണിയിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഇവിടെ ചെയ്യേണ്ടത്, നമ്മളുടെ മൊബൈൽ ഫോൺ മറ്റു വ്യക്തികളുടെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അവരെങ്ങനെയുള്ള വ്യക്തിയാണ്. നമ്മളുടെ മൊബൈലിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒപ്പിച്ചു വെക്കാൻ കഴിവുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒരു വിശ്വാസത്തിന്റെ പുറത്തും നമ്മളുടെ മൊബൈൽ ഫോൺ മറ്റൊരു വ്യക്തിയെ ഏൽപ്പിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ദുരന്തഫലം അനുഭവിക്കേണ്ടത് നിങ്ങളായിരിക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് പെൺകുട്ടികളോടാണ്, നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾ തന്നെ ഉപയോഗിക്കുക. അത് മറ്റു വ്യക്തികളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നില്ല. ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ഇന്റർനെറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ മൊബൈലിനെ കുറിച്ചോ ഒക്കെയുള്ള അജ്ഞതയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്ത വ്യക്തികളെ ഏത് രീതിയിലും പറ്റിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ പുതിയതായിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ അവരെ ഏത് രീതിയിലും മിസ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണ കാണത്തില്ല. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ചെയ്തു കൊടുക്കുന്നു അതുകൊണ്ടൊക്കെ അവർ നടക്കും. പക്ഷേ അവർ വഞ്ചിക്കപ്പെടുന്നു അല്ലെങ്കിൽ അവർ ട്രാക്ക് ചെയ്യപ്പെടുന്നു എന്ന് പോലും അവർക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ മൊബൈൽ കാര്യങ്ങളും ഒക്കെ നല്ലതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ എത്രയും മനസ്സിലാക്കാൻ സാധിക്കുമോ അത്രയും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സ്മാർട്ട് ഫോണുകളൊക്കെ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർ മൊബൈലിനെ കുറിച്ചും ഇന്റർനെറ്റിനെ കുറിച്ചും ഒക്കെ ഒരു ചെറിയ ധാരണ ഉണ്ടായിരിക്കണം. അതൊന്ന് പഠിച്ചിരിക്കണം. ആരോടില്ല അറിയാവുന്നവരോട് ചോദിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഇത് കൂടുതൽ ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആപ്ലിക്കേഷനുകളൊക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അറിവില്ലായ്മയെ മുതലെടുക്കാനായിട്ടും അവിടെ ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എങ്ങനെയാണ് വീഡിയോ കോള് ചോർത്തപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. ഒന്ന് ഞാൻ പറഞ്ഞത് സ്പൈ ആപ്ലിക്കേഷൻ, രണ്ടാമത് ഞാൻ പറഞ്ഞത് സ്ക്രീൻ റെക്കോർഡിംഗ് ആപ്ലിക്കേഷനുകൾ. അപ്പോൾ ഈ രണ്ട് രീതിയിലും നമ്മൾ ചെയ്യുന്ന വീഡിയോ കോളോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിലുള്ള ഡേറ്റയോ പബ്ലിക് ആയി കഴിഞ്ഞാൽ അതിന് കാരണക്കാരൻ നമ്മൾ തന്നെയാണ്, മറ്റാരുമല്ല. അതിന് കാരണക്കാരൻ നമ്മൾ തന്നെയാണ്. നമ്മളുടെ അറിവില്ലായ്മ അല്ലെങ്കിൽ നമ്മളുടെ അശ്രദ്ധയാണ് വീഡിയോ കോളോ അല്ലെങ്കിൽ അതേപോലെയുള്ള നമ്മുടെ മൊബൈൽ ഫോണിലുള്ള കാര്യങ്ങളോ ചോർത്തപ്പെടാനുള്ള കാരണം. മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ APK ഫയലുകൾ കൂടുതൽ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാതെ ഇരിക്കുക. മറ്റൊരു കാര്യം, ഓപ്പൺ വൈഫൈ ഉപയോഗിച്ച് ബാങ്കിങ് ആപ്ലിക്കേഷനും ഇതേപോലെയുള്ള വീഡിയോ കോളിങ്ങും ഒന്നും ചെയ്യാതെ ഇരിക്കുക. അപ്പോൾ വീഡിയോ കോളിംഗ് ആപ്ലിക്കേഷനുകളിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ എങ്ങനെയാണോ ഇതൊക്കെ ഉപയോഗിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിൻ്റെയൊക്കെ ഒരു പരിണിത ഫലം. നമ്മൾ നല്ല രീതിയിലാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നതെങ്കിൽ നല്ലതേ ഉണ്ടാവൂ. അല്ലാതെ ഈ പറഞ്ഞതുപോലെയുള്ള നഗ്നതാ പരിപാടിയിലേക്കൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിയിൽ നമ്മൾ ഒളിച്ചു വെക്കാനും മറച്ചു വെക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം ഇതൊക്കെ വെളിയിൽ വരും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകരുത്. നല്ല രീതിയിൽ ഇതൊക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക.
മറ്റൊരു കാര്യം കൂടെ ഞാൻ വീണ്ടും പറയുന്നത്, ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആപ്ലിക്കേഷൻ ഒക്കെ വേണം, നമ്മൾ അത് ഉപയോഗിക്കണം, അതിൽ നല്ല കാര്യങ്ങളൊക്കെ എടുക്കണം. എന്നാൽ ഇതിലൊക്കെ ഒരുപാട് ചതിക്കുഴികളുണ്ട്, ഒരുപാട് പേര് വലയും പിരിച്ചിരിപ്പുണ്ട്. ആരെങ്കിലും ചെന്ന് വീഴുന്നോ എന്ന് നോക്കി അവർ പിന്നീട് നമ്മളെ ആരെയും മിസ്യൂസ് ചെയ്ത്, ഇപ്പോൾ ആണായാലും പെണ്ണായാലും അവരെ നമ്മളെ മിസ്യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ മാത്രമേ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആപ്ലിക്കേഷനുകൾ കൈകാര്യം ചെയ്യാവൂ. ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആപ്ലിക്കേഷനിലൊക്കെ പെട്ടെന്ന് പരിചയപ്പെടുകയും വലിയ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ആ ഫ്രണ്ട്ഷിപ്പ് ഒക്കെയാണ് ഈ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലേക്ക് പോയി ചാടിക്കൊടുക്കുന്നത്. അതിനുശേഷമാണ് അങ്ങനെയുള്ള കേസുകെട്ടുകളിൽ നിന്നാണ് പിന്നീട് ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ മറ്റ് വെബ്സൈറ്റുകളിലും യൂട്യൂബിലും ഒക്കെ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റിലൂടെയൊക്കെ ഒരു ദിവസമോ 2 ദിവസവും കൊണ്ട് കിട്ടുന്ന ആത്മാർത്ഥ സുഹൃത്തുക്കളുണ്ടല്ലോ, അവരെയൊക്കെ വിശ്വസിച്ച് നമ്മൾ അതിൻ്റെ പുറകെ എടുത്ത് ചാടിക്കഴിഞ്ഞാൽ, ചാടുന്നതുകൊണ്ട് കുഴപ്പമില്ല, ചാടുന്നതുകൊണ്ടും കുഴപ്പമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാക്കുന്നത് നല്ലതാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ഈ വീഡിയോ കോളിങ് അതിലൂടെ നമ്മൾ പിന്നീട് കൂടുതൽ സുഖത്തും കണ്ടെത്താനായിട്ട് പോകുന്ന വഴികളുണ്ടല്ലോ, അതിലേക്കൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് നമ്മളുടെ കഴുത്തിൽ നമ്മൾ കത്തി വെച്ച് മുറിക്കുന്ന ഒരു പരിപാടിയായി പോകും. അതുകൊണ്ട് അപ്പോൾ ഇന്റർനെറ്റും സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആപ്ലിക്കേഷനും ഒക്കെ തന്നെ വേണം. അതിനോടൊപ്പം തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ഒരു ബോധവും നമുക്കുണ്ടായിരിക്കണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണും എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ വീഡിയോ ലൈക്ക് ചെയ്യണം. കൈ ഇങ്ങനെ മടക്കി പിടിച്ച് കൈക്ക് നല്ല വേദനയുണ്ട്, എന്നാലും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ആളുകൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.